അബിനൊരു ഫൈറ്ററാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എനിക്കതിൽ ഒരു തർക്കവുമില്ല. അയാൾ പൊരുതി വീഴുന്നത് സത്യത്തിൽ എതിർകക്ഷികളോടല്ല, ഉള്ളിലുള്ളവരോട് തന്നെയാണ്. അതിൽ ഏറ്റവും അടിസ്ഥാനം എന്നുള്ളത് അവിടുത്തെ ഗ്രൂപ്പ് തന്നെയാണ്. ഗ്രൂപ്പ് ബലാബലം തന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. അബിനായി നേതാക്കൾ നിരന്നു നിന്നെങ്കിലും പക്ഷേ ഗ്രൂപ്പ് തന്നെയാണ് അതിൽ ഒരു എഡ്ജ് എടുക്കുകയും ഒരു ബലക്കുറവുണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. നിലവിൽ സുചിചന്ദ്രൻ കാണുന്നില്ലേ, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പട്ടിക വരുമ്പോൾ തന്നെ പട്ടികയിൽ വെട്ടുന്നതും തിരുത്തുന്നതും ഒക്കെ ആര് തന്നെയാണ്? ഗ്രൂപ്പ് തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. അതുപോലെ തന്നെയാണ് ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കും. അതിന്റെ ഇടയിലൂടെ കെ സി ഗ്രൂപ്പ് ഇതിപ്പോ പിന്നെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തും കെ സിനും ഒക്കെ ഇപ്പോ കെ സിയുടെ ആൾക്കാരല്ലേ ഇരിക്കുന്നത്. ഇതിലിപ്പോ അബിന് പ്രത്യക്ഷത്തില് ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നിലവിൽ അബിൻ ഒരു ആ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞു. ശരിയാണ്, അബിൻ ഒരു കോലഞ്ചേരിക്കാരനാണ്. പക്ഷേ ഈ ഭാഗത്തുള്ള മണ്ഡലത്തിൽ ഓർത്തഡോക്സ് ഒരു വലിയ സ്വാധീനശേഷിയില്ല. നിലവിൽ ആകെ അബിനുള്ള പിന്തുണ എന്നുള്ളത് പുറത്തുനിന്നുള്ളത് ഇപ്പോൾ സഭയുടെ വശത്തു നിന്നുള്ള പിന്തുണയിൽ ഓർത്തഡോക്സ് ആണ്. പരസ്യമായി കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലും അവഗണിക്കുന്ന ഘട്ടങ്ങളിൽ ഓർത്തഡോക്സ് സഭയാണ് നേരിട്ട് പിന്തുണച്ചുകൊണ്ട് രംഗത്ത് പരസ്യമായ പിന്തുണ ഉണ്ടാകുകയും രംഗത്തെത്തുകയും ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നത് അബിൻ്റെ ചുറ്റുമുള്ള ഈ എറണാകുളം മണ്ഡലങ്ങളിലൊക്കെ തന്നെ അബിന് ഓർത്തഡോക്സ് പിന്തുണ കൊണ്ടോ ഇവിടെ മത്സരിച്ചിട്ടോ പ്രത്യേകിച്ച് സഭയിൽ നിന്നുള്ള അനുകൂല ഘടകങ്ങളൊന്നും ഉണ്ടാവില്ല. ആസിഫ് എനിക്കൊന്ന് യാക്കോബായ സഭയാണ് ഇവിടെ തിരിച്ചടി നേരിടുകയും ചെയ്യും. കാരണം ഒരു സുരക്ഷിത ഇടം തേടി, സുരക്ഷിത ഇടമല്ല അല്പമെങ്കിലും നിൽക്കക്കള്ളിയിലൂടെ എന്ന നിലയ്ക്കായിരിക്കും തീർച്ചയായും അബിൻ ആറന്മുളയിലേക്ക് പോയത്. ചെറിയ പരിഗണനയുണ്ടെന്നാണ് കേൾക്കുന്നത് അല്ലേ? അല്ല, ആറന്മുളയില്ലേ അബിൻ വന്നു കഴിഞ്ഞാൽ അത് അബിന്റെ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നത് എനിക്ക് വരുന്നത്. കാരണം വീണ ജോർജ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയോട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യല്ലേ, കോന്നിയിൽ മത്സരിക്കുന്നതിനേക്കാൾ അത് അവിടെ വിജയമോ പരാജയമോ എന്നതിനപ്പുറത്തേക്ക് അബിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നല്ലൊരു ഗംഭീര ഒരു എൻട്രി ആയിരിക്കും.